തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടിച്ചേരുന്നുണ്ട്. ഷീജ, ഒരുപക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പേര് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ചോദ്യം ആദ്യമായി വരുന്നു. രണ്ടാമതാണ് ഈ വിവാദമുണ്ടാകുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്ന വലിയ രാജ്യത്തിന് തന്നെ മാതൃകയായ, അയ്യപ്പ ഭക്തർക്ക് തന്നെ മാതൃകയായ ഒരു പരിപാടി കേരള സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ യശസ്, അതിൻ്റെ ശോഭ കെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഒരു വിവാദം വന്നത് എന്നത് വായിച്ചെടുക്കാവുന്നത് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ രംഗത്തെത്തുന്നതും സ്വർണ്ണപീഠം അടക്കം അതിലെ സ്വർണം പൂശിയതടക്കം ഉള്ള കാര്യങ്ങൾ വിവാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇവിടെ ഈ വിവാദം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന വേളയിലാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് കാരേറ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. താൻ തെറ്റുകാരനല്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം, ഈ സ്വർണ്ണപീഠം ഒരു കാരണവശാലും സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പടച്ചു വിട്ടത്? ആർക്കു വേണ്ടിയാണ് ഈ കള്ളം പറഞ്ഞത്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിലുള്ളത്? ഇക്കാര്യങ്ങളിലാണ് ഒരുപക്ഷെ അന്വേഷണം നടത്തേണ്ടത്. വിജിലൻസ് അത്തരത്തിൽ അന്വേഷണം നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷീജ. തീർച്ചയായും സിജു, അതായത് ഇതിൽ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്ന ഈ പീഠം കാണുവാനില്ല എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വാർത്തയായി കൊണ്ടുവരുന്നത്? അതിലൂടെ വ്യാപകമായ രീതിയിൽ അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന തരത്തിലൊരു ചിത്രീകരണമൊക്കെ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലായി ദേവസ്വം വിജിലൻസ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുന്നു. അപ്പോൾ സ്വയം കുഴിച്ചു കുഴിയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വീഴുന്നത് തന്നെയാണ് ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പക്ഷേ തന്നിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി ഈ വിജിലൻസ് പരിശോധിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ, ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം അനധികൃതമായിട്ടുള്ള പണപ്പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇവിടെ നിന്നും 2019 ഈ സ്വർണ്ണപാളി ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ഈ സ്വർണ്ണപാളി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം ബംഗളൂരുവിൽ ഉണ്ട്. ഈ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പൂജ ചെയ്യുന്നു, അവിടെ വെച്ച് പ്രദർശിപ്പിക്കുന്നു. അത്തരത്തിൽ അതിലൂടെ അനധികൃത പണപ്പിരിവ് കൂടി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും ഇപ്പോൾ. അങ്ങനെ അതിനുശേഷം ഏറെ വൈകിയാണ്, ഏകദേശം 40 ദിവസത്തോളം വൈകിയാണ് ഈ സ്വർണ്ണപ്പാളിക തിരിച്ച് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇവിടെ മടക്കിക്കൊണ്ടുവരുന്നത് പോലും. അത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമവിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ മാത്രമല്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് ഇതിനകം തന്നെ വിജിലൻസ് കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനടക്കം തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇത്രയും ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഒളിവിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു വിധത്തിലും താൻ തെറ്റുകാരനല്ല എന്നൊരു വാദം മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ തന്റെ വീട്ടിൽ നിന്ന് പോകണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വെച്ചതും. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒളിക്കാൻ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ള കാര്യം തന്നെയാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ ആ കാര്യങ്ങളെല്ലാം കോടതിയിൽ ധരിപ്പിച്ചോളാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവ് ശേഖരണം, അതിൽ ഭൂരിഭാഗം വിവരങ്ങളും ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സിജു. ഷീജ, ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ വിഷയം പൊതുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവന്നത്, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഇത് കാണാൻ പീഠം കാണുന്നില്ല എന്ന് പറയുന്നു. ഈ പീഠം പിന്നീട് കണ്ടെത്തുന്നത് സഹോദരിയുടെ വീട്ടിൽ തന്നെയാണ്. സഹോദരി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്യുന്നു മറ്റൊരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങൾ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊട്ടിമുളച്ച് വന്നതല്ല. ഇങ്ങനൊരു വിവാദമുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ അത് വഴി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി.
ആരൊക്കെയോ ഏതൊക്കെയോ സംഘങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിലുണ്ട്. നേരത്തെ പറഞ്ഞത് ഷീജ പറഞ്ഞ പോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളല്ല, മറ്റു പല ക്ഷേത്രങ്ങളിലും പൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ഇവിടെയുള്ള സ്വർണ്ണപ്പാളി പീഠം അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ട് ചില തട്ടിപ്പുകൾ, ചില പണപ്പിരിവുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല, ഒരു സംഘം അതിന് പിന്നിലുണ്ട്. ആ സംഘത്തിൽ രാഷ്ട്രീയക്കാരുണ്ടാകാം, അതോടൊപ്പം തന്നെ മറ്റ് പണത്തട്ടിപ്പ് നടത്തുന്ന വലിയ സംഘങ്ങളും ഉണ്ടാകാം. ഇതെല്ലാം അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും സിജു, അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഏറ്റവും വലിയ സംശയം ജനിപ്പിക്കുന്നത് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ടാണ് ഈ വിഷയം ഒരു വാർത്തയാക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നത്, വാർത്തയാകുന്നു. അതിന് പിന്നാലെ ദേവസ്വം ബോർഡിലേക്ക് പഴിചാരുന്ന ഒരു അവസ്ഥയടക്കം ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം തന്നെയാണ് വിശദമായിട്ടുള്ള പരിശോധന ഈ ദേവസ്വം വിജിലൻസും നടത്തുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കാരണം ഇവിടെ ക്ഷേത്രത്തിലെ തന്ത്രിക്കൊപ്പം സഹായിയായി എത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിൽ നിന്നാണ് ക്ഷേത്ര തന്ത്രിക്കൊപ്പം അവിടെ പൂജാ കാര്യങ്ങൾക്ക് കൂടുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ആ രീതിയിലേക്ക് വളരുന്നു. അതിന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പണപ്പിരിവ് പോലും, അതായത് കർണാടകത്തിലെ അതായത് ശബരിമലയിലേക്ക് എത്തുന്ന കർണാടകത്തിൽ നിന്നുള്ള വിശ്വാസികൾ, അവരിൽ നിന്നാണ് വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് എന്നതടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 2 വ്യവസായികളുണ്ട്. അവരും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ഇവരല്ലാതെ മറ്റാരൊക്കെയാണ് കൂടെയുള്ളത് എന്നതുകൂടിയാണ് സമഗ്രമായ രീതിയിൽ ഇപ്പോൾ വിജിലൻസ് പരിശോധിക്കുന്നത്. സിജു, ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.